കേൾക്കുമ്പോൾ തന്നെ പലർക്കും പല സംശയങ്ങളാണല്ലേ. എന്താണിത് യഥാർത്ഥത്തിൽ? വെറുമൊരു ആചാരമാണോ, അതോ നമ്മുടെ ലൈംഗിക ഊർജ്ജത്തെ തന്നെ ദാമ്പത്യ വിജയത്തിനുള്ളൊരു വഴിയാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു പുരാതന വിദ്യയാണോ? ഈ ഒരു വിശകലനത്തിൽ ഒരു പരമ്പരാഗത ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ഇന്നത്തെ കാലത്തെ നമ്മുടെ ബന്ധങ്ങളെ മാറ്റിമറിക്കാൻ തന്ത്രയ്ക്ക് എങ്ങനെ കഴിയും എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ലൈംഗികതയ്ക്ക് ഒരു ആത്മീയ പാതയാകാൻ കഴിയുമോ? സാധാരണഗതിയിൽ നമ്മൾ ഇത് രണ്ടും രണ്ടായിട്ടാണ് കാണാറ്. അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ എന്താണ് തന്ത്രമാർഗം എന്ന് മനസ്സിലാക്കും. പിന്നെ അതിലെ രണ്ട് വഴികളായ വാമ ദക്ഷിണ മാർഗങ്ങളെപ്പറ്റി പറയും. അതിനുശേഷം ദാമ്പത്യ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന വജ്രോളി അമരോളി മുദ്രകളെക്കുറിച്ച് സംസാരിക്കും. അവസാനം ഇതെല്ലാം എങ്ങനെ ഊർജം, ഓജസ്, തേജസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നോക്കും. അപ്പൊ തുടങ്ങല്ലേ? അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം എന്താണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തന്ത്രമാർഗം? അപ്പോ എന്താണ് തന്ത്ര? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അത് നമ്മുടെ ഉള്ളിലെ ഒരു ജീവശക്തിയെ, ഒരു ലൈഫ് ഫോഴ്സിനെ ഉണർത്തുന്ന ഒരു തരം യോഗവിദ്യയാണ്. നമ്മുടെ ശരീരത്തിലെ വളരെ സൂക്ഷ്മമായ ഊർജ്ജപാതകളില്ലേ, അതിലൂടെയുള്ള എനർജി ഫ്ലോയുടെ വേഗത കൂട്ടി നമ്മുടെ ഓറയെ, അതായത് നമുക്ക് ചുറ്റുമുള്ള ഊർജ്ജവലയത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രയെ വെറുമൊരു അന്ധവിശ്വാസമായി കാണാൻ പറ്റില്ല. ശരിക്കും ഊർജ്ജത്തെയും ബോധത്തെയും കുറിച്ചുള്ള ഒരു പുരാതന ശാസ്ത്രം തന്നെയാണിത്. ശരി, ഇനി അടുത്തതിലേക്ക് പോകാം. തന്ത്ര എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ രണ്ട് പ്രധാന വഴികളുണ്ട് കേട്ടോ. വാമമാർഗവും ദക്ഷിണമാർഗവും. അതായത് തന്ത്രയ്ക്ക് ഒറ്റ വഴിയല്ല, പല ശാഖകളുണ്ടെന്ന് സാരം. ഈ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കിയേ. വാമമാർഗമെന്ന് പറയുന്നത് ലൈംഗികതയെ ഒരു സാധനയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ്. പക്ഷെ ദക്ഷിണമാർഗം നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ലൈംഗികത പൂർണ്ണമായും ഒഴിവാക്കണം. കഠിനമായ ബ്രഹ്മചര്യം വേണം. കണ്ടില്ലേ? ഒരേ ലക്ഷ്യത്തിലേക്ക് പോകാൻ രണ്ട് വ്യത്യസ്ത വഴികൾ. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ട് വഴികൾക്കും, അത് വാമമായാലും ദക്ഷിണമായാലും, ഒരു ഗുരുവിന്റെ സഹായം നിർബന്ധമാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് ആധികാരിക ഗ്രന്ഥത്തിൽ തന്നെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മളിപ്പോ കുറേ തിയറി സംസാരിച്ചു അല്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായ കാര്യങ്ങളിലേക്ക് വരാം. ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ദാമ്പത്യ വിജയത്തിനുള്ള മുദ്രകൾ. ഈ ഒരു വാചകം നോക്കൂ. ലൈംഗിക പ്രശ്നങ്ങൾ ദാമ്പത്യ തകർച്ചയ്ക്ക് കൂടുതലായി വഴിവെക്കുന്ന ഇക്കാലത്ത്. ഇതെത്ര ശരിയാണല്ലേ? ഇന്നത്തെ കാലത്ത് ഇത് വളരെ സാധാരണയായി കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പണ്ടത്തെ ഈ അറിവുകൾക്ക് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത്. അപ്പോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഈ മുദ്രകളെപ്പറ്റി പറയുന്നത്. തന്ത്രയൊന്നും മുഴുവനായി പഠിക്കാൻ പോയില്ലെങ്കിലും ഈ വാമമാർഗത്തിൽ പറയുന്ന വജ്രോളി അമരോളി പോലുള്ള മുദ്രകൾ പരിശീലിച്ചാൽ തന്നെ ദാമ്പത്യത്തിലെ ലൈംഗിക ജീവിതം ഒരുപാട് മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പുരുഷന്മാർക്കുള്ളത് വജ്രോളി മുദ്ര. വജ്രോളി മുദ്ര പരിശീലിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1. ലൈംഗിക ശേഷി കൂടും. പിന്നെ സ്ഖലനത്തിലൊരു കൺട്രോൾ കിട്ടും. അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധം കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകാനും പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇത് നിയന്ത്രണത്തെയും ഊർജം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനെയും കുറിച്ചാണ്. ഓക്കെ, അത് പുരുഷന്മാരുടെ കാര്യം. ഇനി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മുദ്ര ഏതാണെന്ന് നോക്കാം. അതാണ് അമരോളി മുദ്ര. അമരോളി മുദ്ര സ്ത്രീകൾക്ക് നൽകുന്ന കഴിവ് ശരിക്കും ഒരു പ്രത്യേകതയുള്ള ഒന്നാണ്. യോനിയിലെ പേശികളില് നല്ലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ഈ നിയന്ത്രണം വെച്ച് പുരുഷലിംഗത്തെ യോനിക്കുള്ളിലേക്ക് വലിച്ചെടുക്കാൻ പോലും സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് പരിശീലനത്തിലൂടെ നേടാൻ പറ്റുന്ന ഒന്നാണ്. എന്നാലും ചില സ്ത്രീകൾക്ക് ഇത് ജന്മനാ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഈ ടെക്നിക്കിന്റെ ഒരു ശക്തിയെക്കുറിച്ച് ഗ്രന്ഥം പറയുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. ഒരു ഉപമയിലൂടെയാണ് അത് പറയുന്നത്. ഒന്ന് കേട്ടുനോക്കൂ. പെൺകുതിരയ്ക്ക് മാത്രം കഴിയുന്ന ഈ അപൂർവ ടെക്നിക് പുരുഷന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഖം നൽകുന്നു. പിന്നെ അവളുടെ ആകർഷണ വലയത്തിൽ നിന്ന് അവന് പുറത്തു കടക്കാനാവില്ല. ഇത് വെറുമൊരു ശാരീരികമായ കാര്യമല്ല, അതിനപ്പുറം ഒരു വൈകാരിക ബന്ധം കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തില് ഒരു കാര്യം കൂടി, ഇതുമായി ബന്ധപ്പെട്ട അശ്വിനി മുദ്ര എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് കൂടിയുണ്ട്. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോ ഇതൊക്കെ ചെയ്യുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതാണ് നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത്.
ഊർജം, ഓജസ്, തേജസ്. ഇത് വെറും ഫിസിക്കലായിട്ടുള്ളൊരു കാര്യമല്ല, അതിനപ്പുറം നമ്മുടെ എനർജി ലെവലിൽ വരുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ്. അപ്പോ രണ്ടുപേരും, അതായത് പങ്കാളികൾ രണ്ടുപേരും ഈ മുദ്രകളിൽ ഒരു വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് താന്ത്രിക് ഓർഗാസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? സാധാരണ ഒരു ഓർഗാസത്തിൽ സംഭവിക്കുന്ന പോലെ ശരീരത്തിലെ എനർജി നഷ്ടപ്പെട്ടു പോകുന്നില്ല. പകരം ആ ഊർജം ശരീരത്തിനുള്ളിൽ വെച്ചുതന്നെ മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഈ എനർജി മാറുന്നതിന്റെ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, വീര്യനഷ്ടം സംഭവിക്കുന്നില്ല. അപ്പോ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്ന ആ ലൈഫ് എനർജിയെയാണ് ഓജസ് എന്ന് പറയുന്നത്. ഒരു റോ എനർജി പോലെ സങ്കൽപ്പിക്കാം. പിന്നീട് ഈ ഓജസ് തേജസ്സായിട്ട് മാറും. തേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രഭ, ഒരു തിളക്കം. ഈ തേജസ്സാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു പുത്തൻ ഉണർവ് തരുന്നത്. അവസാനം ഇതെല്ലാം നമ്മുടെ ജീവകാന്തി വലയത്തെ, അതായത് നമ്മുടെ ഓറയെ കൂടുതൽ ശക്തമാക്കുന്നു. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ശരീരത്തിനുള്ളിലെ ഊർജത്തെ തന്നെ ഒന്ന് ശരിയായി ഉപയോഗിക്കാൻ പഠിച്ചാൽ നമ്മുടെയൊക്കെ ബന്ധങ്ങളെ എത്രത്തോളം ആഴത്തിൽ മാറ്റിമറിക്കാൻ സാധിക്കും? ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. നന്ദി.